ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഫീൽഡ് ഓഫ് എ മൂവിങ് പോയിന്റ് ചാർജ് ഡിറൈവ് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ലിയനാർഡ് വിക്കർട്ട് പൊട്ടൻഷ്യൽ ആണ്. അതായത് ഒരു മൂവിങ് പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലും മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലും വിയും എയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ആ ഇക്വേഷൻസിൽ നിന്ന് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പുതിയതായ ഫിസിക്സ് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് ഓൾറെഡി ഒരു പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വിയും ഒരു മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ എയും ഉണ്ട്. ഇത് രണ്ടും അറിയാമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് E = -del V - ∂A/∂t. Call this as equation 1. And magnetic field B is del cross A. That is curl of magnetic vector potential is magnetic field. This is equation 2. We already have the expressions V of RT, electric scalar potential at a point P which has position vector R, evaluated at time T, is equal to 1/4π∈0 QC divided by RC minus R dot V. ഇവിടെ C എന്ന് പറയുന്നത് ലൈറ്റിന്റെ വെലോസിറ്റി ആണ്. Q എന്ന് പറയുന്ന ചാർജ് ആണ് ഇതുവഴി മൂവ് ചെയ്യുന്നത്. അതൊരു സ്പെസിഫൈഡ് ട്രാജക്ടറിയിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അതിന്റെ റിട്ടാർഡഡ് ടൈമിലുള്ള പൊസിഷൻ ആണ് ഇത്. പ്രസന്റ് പൊസിഷൻ ആണ്, ഈ സമയത്തുള്ള പൊസിഷൻ ആണ് Q എന്ന്. റിട്ടാർഡഡ് ടൈമിൽ ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്ന് ഈ പൊട്ടൻഷ്യൽ കാണുന്ന പോയിന്റിലേക്കുള്ള വെക്ടർ ആണ് R എന്ന് പറയുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ R. വെക്ടർ R. ഈ V എന്ന് പറയുന്നത് ഈ പോയിന്റിൽ ചാർജ് മൂവ് ചെയ്ത വെലോസിറ്റി ആണ്. പുതിയ സ്ഥലത്തെത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി വേറെ ആയിരിക്കാം. സോ വെലോസിറ്റി അറ്റ് ദ റിട്ടാർഡഡ് ടൈം ആണ് V എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ലിയനാർഡ് വിക്കർട്ട് പൊട്ടൻഷ്യൽ എന്നുള്ള ആ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നതാണ്. അതുപോലെ A of RT മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ V/c² V of RT. ഈ വിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിനെ 3ഉം 4ഉം എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മളുടെ കയ്യിൽ പൊട്ടൻഷ്യൽ വിയും എയും ഓൾറെഡി ഉണ്ട്. ഇതിന്റെ ഡെറിവേഷൻസ് ലാസ്റ്റ് ലെക്ചറിൽ ചെയ്തതാണ്. ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കണ്ടുപിടിക്കുക. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ മാത്തമാറ്റിക്സ് കുറച്ച് ഇൻവോൾവ് ആണ്. കുറെ സ്റ്റെപ്സ് നമുക്ക് ചെയ്യാനുണ്ട്. സോ ഞാൻ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ രണ്ട് ടേംസ് നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണ്. റിട്ടാർഡഡ് ടൈം എന്ന് പറയുന്നത് T-R/c, അതായത് പ്രസന്റ് ടൈം, പിന്നെ ഇവിടെ നിന്നുള്ള ഇൻഫർമേഷൻ ഇവിടേക്ക് ട്രാവൽ ചെയ്ത് എത്താൻ എടുക്കുന്ന സമയം. R ദൂരം C വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്താൽ R/c സമയം. സോ ഇവിടെയുള്ള പൊട്ടൻഷ്യലിന്റെ റീസൺ എന്ന് പറയുന്നത് T-R/c സമയം മുന്നേ ഉള്ള ചാർജിന്റെ ലൊക്കേഷൻ ആണ്. സോ റിട്ടാർഡഡ് ടൈം ഈസ് T-R/c. ഇക്വേഷൻ നമ്പർ 5. ഓൾസോ ദിസ് ഡിസ്റ്റൻസ്, റിട്ടാർഡഡ് പൊസിഷനിൽ നിന്ന് ഫീൽഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത് C × T-TR ആയിരിക്കും. കാരണം T എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സമയവും TR എന്ന് പറയുന്നത് മുന്നേ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള സമയം. അപ്പോൾ T-TR എന്നുള്ള സമയം കൊണ്ടാണ് ന്യൂസ് ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തെത്തിയത്. ന്യൂസിന്റെ സ്പീഡ് C ആണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. സോ C × T-TR ആണ് ഈ ഡിസ്റ്റൻസ്. ഇക്വേഷൻസ് എല്ലാം കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ ഇത്രയാണ് എനിക്ക് സ്റ്റാർട്ടിങ് ഇക്വേഷൻസ്. പൊട്ടൻഷ്യൽസ് ഉണ്ട്, വിയും എയും, പിന്നെ ഈ രണ്ട് എക്സ്പ്രഷനും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം, എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് -del V - ∂A/∂t ആണ്. അപ്പൊ ആദ്യം എനിക്ക് വേണ്ടത് del V ആണ്. ഓക്കെ, V എനിക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇതിന്റെ ഡെൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെൽ എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ആണ്. ഇപ്പൊ 1/4π∈0 QC ഇത്രയും കോൺസ്റ്റന്റ് ആണ്. അവരുടെ ഗ്രേഡിയന്റ് എടുക്കുന്ന സമയത്ത് കോൺസ്റ്റന്റിനെ ഒക്കെ പുറത്തേക്ക് എടുക്കാം. ഇപ്പൊ QC/4π∈0 അവിടെ നിർത്തുക. ഗ്രേഡിയന്റ് ഓഫ് 1/RC - R dot. ഗ്രേഡിയന്റ് ഓഫ് 1/x ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ -1/x² എന്ന് എഴുതാം. അല്ലെ, ഗ്രേഡിയന്റ് ഓഫ് 1/R ആണ് -1/R² × ഗ്രേഡിയന്റ് ഓഫ് R എന്ന് എഴുതാം. അപ്പൊ നമ്മളിവിടെ del of 1/RC - R dot V നെ -1/RC - R dot V whole square into gradient of RC - R dot അങ്ങനെ എഴുതാം. ഇനി ഗ്രേഡിയന്റ് ഓഫ് RC - R dot V, രണ്ട് ടേം ഉണ്ട്. ഗ്രേഡിയന്റ് ഓഫ് RC മൈനസ് ഗ്രേഡിയന്റ് ഓഫ് R dot V.
ഗ്രേഡിയന്റ് ഓഫ് ആർ സിയിൽ സി അഗെയിൻ ഒരു കോൺസ്റ്റന്റ് ആണ്, സി പുറത്തെടുത്തു, ബാക്കി ഗ്രേഡിയന്റ് ഓഫ് ആർ മൈനസ് ഇത് ഒരു ഫേമസ് ഐഡന്റിറ്റി ഉണ്ട്, ഡെൽ ഓഫ് എ ഡോട്ട് ബി. രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റിന്റെ ഗ്രേഡിയന്റ് കാണുന്ന സമയത്ത് ആർ ഡോട്ട് ഡെൽ ഇൻറ്റു വി പ്ലസ് വി ഡോട്ട് ഡെൽ ഇൻറ്റു ആർ പ്ലസ് ആർ ക്രോസ് ഡെൽ ക്രോസ് വി പ്ലസ് വി ക്രോസ് ഡെൽ ക്രോസ് ആർ. ഈ ഐഡന്റിറ്റി ഒരു സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റി ആണ്, ഇത് ഏത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രേഡിയന്റ് ഓഫ് ഡൈവേർജൻസ് ഓഫ് ടു വെക്ടർ, ഗ്രേഡിയന്റ് ഓഫ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. അപ്പോൾ ഈ ഐഡന്റിറ്റി നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ രണ്ട് വെക്ടർ ആറും ബിയും ആണ്, അത് ഇവിടെ വാല്യൂസ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡന്റിറ്റിയുടെ പ്രൂഫ് ഞാൻ ചെയ്യുന്നില്ല, അത് ഒരു സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റി ആണ്, ആ വാല്യൂ ഇവിടെ കൊടുത്തു. ഇനി ഡെൽ ആർ എന്ന് പറഞ്ഞാൽ ഈ ആർ എന്താണ്, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ആർ എന്ന് പറയുന്നത് ഫ്രം 6 ഇറ്റ് ഈസ് സി ഇൻറ്റു ടി മൈനസ് ടി ആർ. ഇപ്പൊ ഡെൽ ഓഫ് സി ഇൻറ്റു ടി മൈനസ് ടി ആർ. ഇതിനകത്ത് ഗ്രേഡിയന്റ് ഓഫ് ടി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ടി എന്ന് പറയുന്നത് പ്രസന്റ് ടൈം ആണ് മറ്റൊരു. പിന്നെ സി ഇൻറ്റു ഗ്രേഡിയന്റ് ഓഫ് ടി ആർ എടുത്താൽ, സോ മൈനസ് സി ഇൻറ്റു ഡെൽ ടി ആർ ചെയ്താൽ. കാരണം ടി ആറിനകത്ത് എന്തുണ്ട്, ടി ആറിനകത്ത് ആർ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഈ ആറിനകത്ത് ഗ്രേഡിയന്റ് നോൺ സീറോ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിന്റെ ഗ്രേഡിയന്റ് എടുക്കും. അതേസമയം ടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രസന്റ് ടൈം ആണ്, അതിന്റെ ഗ്രേഡിയന്റ് 0 ആയിരിക്കും. സോ ഇവിടെ മൈനസ് സി ഇൻറ്റു ഡെൽ ടി ആർ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 9. ഇവിടെ ഞാൻ ഇക്വേഷൻ 7ഉം 8ഉം ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത് ഇക്വേഷൻ നമ്പർ 9. ഞാൻ ഈ ബ്ലൂ കളറിൽ എഴുതുന്നത് എൻ്റെ മെയിൻ സ്ട്രീം ഇക്വേഷൻസ് ആണ്. ഇതിലെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നതാണ് ഞാൻ ഈ റെഡിലേക്കും അല്ലെങ്കിൽ ഗ്രീനിലേക്കും ഒക്കെ എഴുതുന്നത്. അതായത് ഞാൻ ഈ ഡെൽ ഓഫ് ഈ ഒരു ക്വാണ്ടിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഈ റെഡ് എടുത്ത് താഴെ എഴുതിയത്. ഫൈനലി ഞാൻ ഇതിന്റെ വാല്യൂ കിട്ടുന്ന സമയത്ത് തിരിച്ചുകൂടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഞാൻ വീണ്ടും ബ്ലൂ കളറിലേക്ക് മാറും എഴുതുന്നത്. റൈറ്റ്, ഇനി ഇവിടുത്തെ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്ന സമയത്താണ് ഞാൻ ഗ്രീനിലേക്ക് ആയത്. ഇതിലേക്കുള്ളതാണ് ഡെൽ ആറിന്റെ വാല്യൂ കിട്ടി. ഇനി എനിക്ക് ഇത്രയും 4 ക്വാണ്ടിറ്റികളുടെ വാല്യൂവും കൂടെ ആവശ്യമുണ്ട്, അതിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്യുകയാണ്. ആദ്യം ആർ ഡോട്ട് ഡെൽ ഇൻറ്റു വി. ഓക്കെ, ഒരെണ്ണം കിട്ടി, ഡെൽ ആറിന്റെ വാല്യൂ കിട്ടി ഇവിടെ 9. ഇനി ആർ ഡോട്ട് ഡെൽ ഇൻറ്റു വി. ആർ ഡോട്ട് ഡെൽ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താ, ആർ ഡോട്ട് ഡെൽ ഡോട്ട് പ്രോഡക്റ്റ് ആണ്, ആറിന്റെ എക്സ് കമ്പോണന്റ് ഡെല്ലിന്റെ എക്സ് കമ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത്, എ ഡോട്ട് ബി ഈസ് സിംപ്ലി എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ആർ എക്സ് ഡോ ബൈ ഡോ എക്സ് പ്ലസ് ആർ വൈ ഡോ ബൈ ഡോ വൈ ആർ സെഡ് ഡോ ബൈ ഡോ സെഡ്. ആർ ഡോട്ട് ഡെൽ ആയി ഇൻറ്റു വി. വി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, വെലോസിറ്റി അറ്റ് ദ റിട്ടാർഡഡ് ടൈം ആണ്. സോ വി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആർ. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ആർ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ ടി ആർ. ഡോ വി ബൈ ഡോ എക്സ് ആണ് ചെയ്യേണ്ടത്, ഡോ വി ബൈ ഡോ എക്സ് ആണ് ചെയ്യേണ്ടത്. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ഡോ വി ബൈ ഡോ ടി ആർ, ബിക്കോസ് വി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആർ ആൻഡ് ടി ആർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പൊ ചെയിൻ റൂൾ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ എഴുതാം. അപ്പൊ ഞാൻ ഓരോ ടൈമും അങ്ങനെ എഴുതി, ഡോ വി ബൈ ഡോ ടി ആർ ഇൻറ്റു ഡോ ടി ആർ ബൈ ഡോ എക്സ്. അടുത്ത ടൈം നോക്കൂ, ഡോ വി ബൈ ഡോ ടി ആർ ഇൻറ്റു ഡോ ടി ആർ ബൈ ഡോ വൈ. ഇവിടെ വൈ ആണ്. അടുത്ത സെഡ് ആണ്, ഡോ വി ബൈ ഡോ ടി ആർ ഇൻറ്റു ഡോ ടി ആർ ബൈ ഡോ സെഡ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു ഈ 3 ടൈം. ഇനി ഇതില് ഈ ഡോ വി ബൈ ഡോ ടി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആർ, വെലോസിറ്റി വാലുവേറ്റഡ് അറ്റ് ടി ആർ, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആർ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആക്സിലറേഷൻ അറ്റ് എ റിട്ടാർഡഡ് ടൈം. അപ്പൊ അതിനെ എ എന്ന് എഴുതി, ആക്സിലറേഷൻ അറ്റ് എ റിട്ടാർഡഡ് ടൈം. അടുത്ത ടൈമിലും അതിന്റെ അടുത്ത ടൈമിലും ഈ എ തന്നെ വരും. ഈ എ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കിയുള്ളത് ആർ എക്സ് ഡോ ടി ആർ ബൈ ഡോ എക്സ്, ആർ വൈ ഡോ ടി ആർ ബൈ ഡോ വൈ, ആർ സെഡ് ഡോ ടി ആർ ബൈ ഡോ സെഡ്. അതിനെ എനിക്ക് ആർ ഡോട്ട് ഡെൽ ടി ആർ എന്ന് എഴുതും. കാരണം ഡെൽ ടി ആറിന്റെ കമ്പോണൻസ് ആണ് ഡോ ടി ആർ ബൈ ഡോ എക്സ്, ഡോ ടി ആർ ബൈ ഡോ വൈ, ഡോ ടി ആർ ബൈ ഡോ സെഡ്. ആറിന്റെ കമ്പോണൻസ് ആണ് ആർ എക്സ്, ആർ വൈ, ആർ സെഡ്. അപ്പൊ ഇതൊരു ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, എ മാറ്റി നിർത്തിയാൽ ഇതൊരു ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. സോ അതിനെ ആർ ഡോട്ട് ഡെൽ ടി ആർ എന്ന് എഴുതാം. ഇക്വേഷൻ 10. ഇനി അടുത്ത രണ്ടാമത്തെ ഇതിനകത്തുള്ള ടൈം വി ഡോട്ട് ഡെൽ ഇൻറ്റു ആർ ആണ്. അതിലേക്ക് പോവാം, വി ഡോട്ട് ഡെൽ ഇൻറ്റു ആർ. അഗെയിൻ വി ഡോട്ട് ഡെൽ ഇൻറ്റു ഈ റണ്ണിങ് ലെറ്റർ ആർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ അറിയാം, ട്രയാങ്കുലർ ലോ അനുസരിച്ച് ഈ ആർ ആർ മൈനസ് ഡബ്ല്യു ഓഫ് ടി ആർ ആണ്. റണ്ണിങ് ലെറ്റർ ആർ എന്ന് പറയുന്നത് ആർ മൈനസ് ഡബ്ല്യു ഓഫ് ടി ആർ ആണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ആർ മൈനസ് ഡബ്ല്യു ഓഫ് ടി ആർ. ഇനി വി ഡോട്ട് ഡെൽ ഇൻറ്റു നോർമൽ ആർ മൈനസ് വി ഡോട്ട് ഡെൽ ഇൻറ്റു ഡബ്ല്യു ഓഫ് ടി ആർ.
വി ഡോട്ട് ഡെൽ എന്ന് പറഞ്ഞാൽ വി എക്സ് ഡോ ബൈ ഡോ എക്സ് പ്ലസ് വി വൈ ഡോ ബൈ ഡോ വൈ വി സെഡ് ഡോ ബൈ ഡോ സെഡ് ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ. ആർ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ആണ്. എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്. ഇത് റണ്ണിംഗ് ലെറ്റർ ആർ അല്ല കേട്ടോ. റണ്ണിംഗ് ലെറ്റർ ആർ സെപ്പറേഷൻ ഡിസ്റ്റൻസ് ആണ്. ഈ ആർ പൊസിഷൻ വെക്ടർ മൈനസ് വീണ്ടും വി ഡോട്ട് ഡെൽ വി എക്സ് ഡോ ബൈ ഡോ എക്സ് വി വൈ ഡോ ബൈ ഡോ വൈ വി സെഡ് ഡോ ബൈ ഡോ സെഡ് ആക്ടിങ് ഓൺ ഡബ്ല്യു ഓഫ് ടി ആർ. ഇത് ആദ്യത്തെ ചെയ്യുന്ന സമയത്ത് വി എക്സ് ഡോ ബൈ ഡോ എക്സ് ഇതിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഡോ ബൈ ഡോ എക്സ് ആണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പൊ ആദ്യത്തെ ടൈം മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് ഐ ക്യാപ്പ് വരും. അപ്പൊ ആദ്യത്തെ ടൈം വി എക്സ് ഐ ക്യാപ്പ്. രണ്ടാമത്തെ വി വൈ ഡോ ബൈ ഡോ വൈ ചെയ്യുന്ന സമയത്ത് ഈ വൈ ഉള്ളത് മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പൊ വി വൈ ജെ ക്യാപ്പ് കിട്ടും. മൂന്നാമത്തെ ചെയ്യുന്ന സമയത്ത് വി സെഡ് കെ ക്യാപ്പ് കിട്ടും. സോ വി എക്സ് ഐ ക്യാപ്പ് പ്ലസ് വി വൈ ജെ ക്യാപ്പ് പ്ലസ് വി സെഡ് കെ ക്യാപ്പ്, അതാണ് വി. ഈ ടേമുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡബ്ല്യു ഓഫ് ടി ആർ. ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആർ, ഡെറിവേറ്റീവ് ഇസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അഗെയിൻ ചെയിൻ റൂൾ കൊടുക്കണം. അപ്പൊ ഡോ ഡബ്ല്യു ബൈ ഡോ ടി ആർ ഇൻറ്റു ഡോ ടി ആർ ബൈ ഡോ എക്സ് എന്ന് എഴുതാം. ഇതിലെ ഡോ ഡബ്ല്യു ബൈ ഡോ ടി ആർ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു പൊസിഷൻ വെക്ടർ, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ദിസ് ഈസ് നത്തിങ് ബട്ട് വെലോസിറ്റി. അപ്പൊ ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ട്, ഇതൊരു വെലോസിറ്റി ആണ്, ഇതൊരു വെലോസിറ്റി. എല്ലാത്തുനിന്നും വി പുറത്തെടുത്താൽ ബാക്കിയുള്ളത് വി എക്സ് ഡോട്ട് ടി ആർ ബൈ ഡോ എക്സ് വി വൈ ഡോട്ട് ടി ആർ ബൈ ഡോ വൈ വി സെഡ് ഡോട്ട് ടി ആർ ബൈ ഡോ സെഡ്. അതിനെ വി ഡോട്ട് ഡെൽ ടി ആർ എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ആർ ഡോട്ട് ഡെൽ ടി ആർ എന്ന് എഴുതി, ഇവിടെ വി ഡോട്ട് ഡെൽ ടി ആർ. അപ്പൊ ഈ ടേം ഇങ്ങനെ വരും, വി മൈനസ് ഇതിനകത്തുനിന്ന് ഈ മൂന്നിടത്തുനിന്നും വി പുറത്തു വന്നു, വി ഇൻറ്റു ബാക്കിയുള്ളത് വി ഡോട്ട് ഡെൽ ടി ആർ. ഇക്വേഷൻ നമ്പർ 11. ഇനിയുണ്ട് അടുത്ത മൂന്നാമത്തെ ടേമിൽ വരുന്നത് ഡെൽ ക്രോസ് വി ആണ്. ഡെൽ ക്രോസ് വി എടുക്കുന്നു. എന്താണ് ഡെൽ ക്രോസ് വി? അതിന് ഐ ക്യാപ്പ് ഇൻറ്റു ഡോ വി സെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ വി വൈ ബൈ ഡോ സെഡ്. ഡെൽ ക്രോസ് വി കാണാനായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്, റൈറ്റ്? ഇങ്ങനെ ഒരു ഡിറ്റർമിനന്റ് എഴുതും, എന്നിട്ട് ഐ ജെ കെ എഴുതും, ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് എഴുതും, പിന്നെ വി എക്സ് വി വൈ വി സെഡ് എഴുതും. അപ്പൊ ഐ ക്യാപ്പ് ഇൻറ്റു ഇതിങ്ങോട്ട് ഗുണിക്കുക, ഡോ വി സെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ വി വൈ ബൈ ഡോ സെഡ്. ഓക്കെ, സോ ഓൺ. ഇങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. വീണ്ടും ഞാൻ പറയുന്നു ഡോ വി സെഡ് എന്ന് പറയുന്നത് റിട്ടയർഡ് ടൈമിലുള്ള വെലോസിറ്റിയുടെ സെഡ് കമ്പോണന്റ് ആണ്. വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് ഡോ വി സെഡ് ബൈ ഡോ ടി ആർ എടുക്കുന്നു ഇൻറ്റു ഡോ ടി ആർ ബൈ ഡോ വൈ. ഓരോ ടൈമിലും അതുപോലെ വിത്ത് റെസ്പെക്ട് ടു ടി ആർ ഇൻറ്റു ഡോ ടി ആർ ബൈ ഡോ സെഡ് അങ്ങനെ ആക്കുക. ഡോ വി സെഡ് ബൈ ഡോ ടി ആർ, വി സെഡ് എന്ന് പറയുന്നത് റിട്ടയർഡ് ടൈമിലെ വെലോസിറ്റിയുടെ സെറ്റ് കമ്പോണന്റ്. അതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ആർ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് ആക്സിലറേഷന്റെ സെറ്റ് കമ്പോണന്റ് കിട്ടും. അതുപോലെ ഇത് ആക്സിലറേഷന്റെ വൈ കമ്പോണന്റ് ആവും, ഇവിടെ ഇത് ആക്സിലറേഷന്റെ എക്സ് കമ്പോണന്റ്, ആക്സിലറേഷന്റെ സെറ്റ് കമ്പോണന്റ് ആൻഡ് സോ ഓൺ. ഇങ്ങനെ ഇതിനെ എഴുതാം. ഇതിനെ മൈനസ് എ ക്രോസ് ഡെൽ ടി ആർ എന്ന് എഴുതാം. മൈനസ് എ ക്രോസ് ഡെൽ ടി ആർ. എന്താ കാരണം? എന്താണ് എ ക്രോസ് ഡെൽ ടി ആർ വരിക? ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഒരു ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഐ ജെ കെ എ ക്രോസ്, അപ്പൊ എ എന്നുള്ളതിനെ എ എക്സ് എ വൈ എ സെഡ് എന്ന് എഴുതാം. ഡെൽ ടി ആറിനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഡോ ടി ആർ ബൈ ഡോ എക്സ് ഡോ ടി ആർ ബൈ ഡോ വൈ ഡോ ടി ആർ ബൈ ഡോ സെഡ്. അപ്പൊ ഐ ക്യാപ്പ് ഇൻറ്റു എ വൈ ഡോ ടി ആർ ബൈ ഡോ സെഡ്. നോക്കുക, ഈ ടൈം ആണ് ഞാൻ പറയുന്നത്, എ വൈ ഡോ ടി ആർ ബൈ ഡോ സെഡ്. അത് ഇവിടെ ഉണ്ട്, എ വൈ ഡോ ടി ആർ ബൈ ഡോ സെഡ്. പക്ഷെ അത് വിത്ത് എ നെഗറ്റീവ് സൈൻ. അപ്പൊ ഇവിടുന്ന് ഒരു നെഗറ്റീവ് സൈൻ പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ളത് എ ക്രോസ് ഡെൽ ടി ആർ തന്നെയായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്ത് വെരിഫൈ ആവുന്നതേ ഉള്ളൂ. സോ ഡെൽ ക്രോസ് വിയുടെ ആൻസർ മൈനസ് എ ക്രോസ് ഡെൽ ടി ആർ. ഇക്വേഷൻ നമ്പർ 12. ഇനിയും നമുക്കൊരു ടേം കൂടെ ബാക്കി നിൽപ്പുണ്ട്. അതാരാണ്? ഡെൽ ക്രോസ് ആർ ആണ്. അതാണ് ഡെൽ ക്രോസ്. അപ്പോൾ വീണ്ടും തിരിച്ച് നമ്മുടെ ഡെൽ ക്രോസ് ആറിന്റെ വാല്യൂ കാണണം. ഡെൽ ക്രോസ് ആർ, ആറിനെ ഞാൻ പറഞ്ഞു ട്രയാങ്കുലറിലോ വെച്ചിട്ട് ആർ മൈനസ് ഡബ്ല്യു ടി ആർ എന്ന് എഴുതാം. ഇതിൽ ഡെൽ ക്രോസ് പൊസിഷൻ വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ 0 ആണ്. പൊസിഷൻ വെക്ടർ ആറിന്റെ കേള് 0 ആണ്. ഓക്കെ, ദാറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് റിസൾട്ട്. മൈനസ് ഡെൽ ക്രോസ് ഡബ്ല്യു ഓഫ് ടി ആർ. വീണ്ടും ഞാൻ ഈ ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഡോ ഡബ്ല്യു സെഡ് ബൈ ഡോ വൈ ഇങ്ങനെ എഴുതി. ഈ ഡോ ഡബ്ല്യു സെഡ് ബൈ ഡോ വൈനെ എന്തെഴുതാം? വീണ്ടും ഡബ്ല്യു സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആർ ആണ്, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക.
ഡോ ഡബ്ല്യു സെഡ് ബൈ ഡോ ടി ആർ ഇൻറ്റു ഡോ ടി ആർ ബൈ ഡോ വൈ, ഡോ ഡബ്ല്യു വൈ ബൈ ഡോ ടി ആർ ഇൻറ്റു ഡോ ടി ആർ ബൈ ഡോ സെഡ്. ഇതിനെല്ലാത്തിനെയും ചെയിൻ റൂൾ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ദിസ് ബിക്കംസ് വി ക്രോസ് ഡെൽ ടി ആർ. എന്താവും? വി ക്രോസ് ഡെൽ ടി ആർ എന്നാവും. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 13 എന്ന് വിളിച്ചു. ഇപ്പൊ എനിക്ക് നമ്മൾ എട്ടാമത്തെ ഇക്വേഷനിലെ 5 ടേമുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതുവരെ ചെയ്തത്. ഒന്ന് ഡെൽ ആർ, അത് 9. 2 ആർ ഡോട്ട് ഡെൽ, അത് 10ാമത്തെ ഇക്വേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. വി ഡോട്ട് ഡെൽ, അത് 11ാമത്തെ ഇക്വേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഡെൽ ക്രോസ് വി, അത് 12ാമത്തെ ഇക്വേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഡെൽ ക്രോസ് ആർ, അത് 13ാമത്തെ ഇക്വേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ എന്ത് ചെയ്യണം? പുട്ട് 9, 10, 11, 12 and 13 into 8. അപ്പോൾ നമുക്ക് ഡെൽ ഓഫ് ആർ സി മൈനസ് ആർ ഡോട്ട് വി ഈക്വൽ ടു ആദ്യത്തെ 9ാമത്തെ ഇക്വേഷൻ കൊടുത്തത് മൈനസ് എ ഇൻറ്റു 10ാമത്തെ ഇക്വേഷൻ. ഓരോ ഇക്വേഷനിൽ നിന്നുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അതിൽ ഈ ഒരു ടൈം ബ്ലാക്ക് കളറിൽ 2 ഞാൻ വെട്ടി കളഞ്ഞിട്ടുണ്ട്, അത് 2 സെയിം ടൈം ആണ്. 2 ഗ്രീൻ കളറിൽ വെട്ടി കളഞ്ഞിട്ടുണ്ട്, അത് 2 സെയിം ടൈം ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് 4 ടൈം വെട്ടിപ്പോയി, ബാക്കിയുള്ളത് ഇങ്ങനെ കിട്ടും. ഡെൽ ഓഫ് ആർ സി മൈനസ് ആർ ഡോട്ട് വി ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് ആർ ഡോട്ട് എ ഡെൽ ടി ആർ മൈനസ് വി. അതിന് ഇക്വേഷൻ നമ്പർ 14. ഈ ഇക്വേഷൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 7ൽ. 7 ആരാണ്? 7 ആണ് നമ്മുടെ ഡെൽ വി കാണാനുള്ള ഇക്വേഷൻ. ഇതിലെ നമ്മൾ ഈ ഡെൽ ഓഫ് ആർ സി മൈനസ് ആർ ഡോട്ട് വി കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്രയും നേരം ചെയ്തത്. ഓക്കെ, എല്ലാം മാത്തമാറ്റിക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ അതിനകത്ത് പ്രത്യേകിച്ച് ഫിസിക്സ് ഒന്നുമില്ല. ജസ്റ്റ് ഗ്രേഡിയന്റ്, കേള്, ഡൈവേർജൻസ്, ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഡെൽ ഓഫ് ആർ സി മൈനസ് ആർ ഡോട്ട് വിയുടെ വാല്യൂ കിട്ടി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽ വി ഈക്വൽ ടു ക്യൂ സി ബൈ 4πε0 മൈനസ് 1 ബൈ ആർ സി മൈനസ് ആർ ഡോട്ട് വി ദി ഹോൾ സ്ക്വയർ. ഇത്രയും സാധനം അവിടെ ഉണ്ടായിരുന്നു. ബാക്കിയാണ് ഡെൽ ഓഫ് ആ ക്വാണ്ടിറ്റിക്ക് വരെ ഈ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടുന്ന് ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ ഈ മൈനസ് വി എന്നുള്ളത് ആദ്യം പ്ലസ് വി ആയിട്ട് എഴുതും. ബാക്കിയുള്ള ടൈമൊക്കെ മൈനസ് ഇടുമ്പോൾ ഞാൻ ഉള്ളിലേക്ക് മൈനസ് കൊടുത്ത് മൈനസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയി, മൈനസ് ആർ ഡോട്ട് എ പ്ലസ് ആർ ഡോട്ട് എ ആയി, വി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ആയി. മനസ്സിലായിട്ട് ഈ പുറത്ത് കിടക്കുന്ന മൈനസ് ഉള്ളിലേക്ക് ഇട്ടോളൂ, ഇങ്ങനെ കിട്ടും. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ കണ്ടുപിടിച്ചാൽ ആയി, ഡെൽ ടി ആർ കണ്ടുപിടിക്കണം. ഡെൽ ടി ആർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏത് ഇക്വേഷനിലേക്ക് പോവാ? ഡെൽ ആർ ഈസ് ഈക്വൽ ടു മൈനസ് സി ഡെൽ ടി ആർ എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ 9 എന്ന് പറഞ്ഞ് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. 9, ഇക്വേഷൻ നമ്പർ 9. ഓക്കെ, ഈ ഇക്വേഷൻ അവിടെ നിന്ന് എടുത്തിട്ട് വരിക. ഡെൽ ആർ ഈസ് ഈക്വൽ ടു മൈനസ് സി ഡെൽ ടി ആർ. ഇനി ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡാണ്. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്? എ എന്നൊരു വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ഡോട്ട് എ ആണ്. അപ്പൊ ഇവിടെ ഞാൻ ഈ ആർ എന്നുള്ളതിന് എന്തെഴുതാം? എനിക്ക് ആർ എന്നുള്ളതിന് എന്തെഴുതാം? സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഓൾറേസ്റ്റ് ടു ഹാഫ് ആണ്. ആർ ഡോട്ട് ആർ എന്ന് എഴുതി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, മൈനസ് സി ഇൻറ്റു ഡെൽ ടി ആർ. ഇനി എന്താണ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ്? 1/2 റൂട്ട് എക്സ്. അപ്പോൾ 1/2 റൂട്ട് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ഇൻറ്റു ഡെൽ ഓഫ് ആർ ഡോട്ട് ആർ അല്ലെ? ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ 1/2 റൂട്ട് എക്സ് എഴുതി, ദെൻ ഗ്രേഡിയന്റ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ഈക്വൽ ടു മൈനസ് സി ഡെൽ ടി ആർ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേം നോക്കുക. ഞാൻ പറഞ്ഞു നേരത്തെ ഈ 1/2 റൂട്ട് ഓഫ് ഇതിനെ 1/2 ആർ എന്ന് തന്നെ തിരിച്ചെഴുതാം. റൂട്ട് ആർ ഡോട്ട് ആറിനെ ആർ എന്ന് എഴുതാം. സോ 1/2 ആർ ഇൻറ്റു ഡെൽ ഓഫ് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്. ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സിന്റെ ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഇവിടെ പറഞ്ഞിരുന്നു. ഈ ഐഡന്റിറ്റി തന്നെയാണ് ഞാൻ അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഒരു പ്രത്യേകത ഉള്ളത്, ഇത് ആർ ഡോട്ട് ബി ആയിരുന്നു, ഇപ്പൊ നമ്മളുടെ ആർ ഡോട്ട് ആർ ആണ്. അപ്പൊ ആദ്യത്തെ രണ്ടാമത്തെ ടൈം സെയിം ആവും, 2 ടൈംസ് എന്ന് എഴുതാം. ഈ 2 ക്രോസ് ടൈംസുകളും സെയിം ആവും, അതും 2 ടൈംസ് എന്ന് എഴുതാം. അങ്ങനെ എനിക്ക് 2 ടൈംസ് ആർ ഡോട്ട് ഡെൽ ഇൻറ്റു ആർ പ്ലസ് 2 ടൈംസ് ആർ ക്രോസ് ഡെൽ ക്രോസ് ആർ എന്ന് എഴുതാം. ഡെൽ ഓഫ് ആർ ഡോട്ട് ആർ. റൈറ്റ് ഹാൻഡ് സൈഡ് ഇപ്പോഴും മൈനസ് സി ഡെൽ ടി ആർ ആണ്. ഇനി ഇതിനകത്ത് തന്നെ വീണ്ടും ആർ ഡോട്ട് ഡെൽ ഇൻറ്റു ആർ വരുന്നുണ്ട്. ആർ ഡോട്ട് ഡെല്ലിന് എന്ത് എഴുതാം? ആർ എക്സ് ഡോ ബൈ ഡോ എക്സ് പ്ലസ് ആർ വൈ ഡോ ബൈ ഡോ വൈ പ്ലസ് ആർ സെഡ് ഡോ ബൈ ഡോ സെഡ്. ഇനി ഈ റണ്ണിങ് ലെറ്റർ ആറിനെ പൊസിഷൻ വെക്ടർ ആർ മൈനസ് ഡബ്ല്യു ടി ആർ എന്ന് എഴുതാം.
ഈ പൊസിഷൻ വെക്ടർ ആറിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഐ ക്യാപ്പ് ചെയ്യുമ്പോൾ ഐ ക്യാപ്പ് മാത്രം കിട്ടും. അപ്പോൾ ആർ എക്സ് ഐ ക്യാപ്പ് ആണ് ആദ്യത്തെ ടൈം. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ജെ ക്യാപ്പ് ചെയ്യുമ്പോൾ ജെ ക്യാപ്പ് കിട്ടും. അപ്പോൾ ആർ വൈ ജെ ക്യാപ്പ്. അങ്ങനെ ഈ ആദ്യത്തെ ടൈമുകൾ ചെയ്യുന്ന സമയത്ത് വെക്ടർ ആർ എന്ന് കിട്ടും. വെക്ടർ ആർ മൈനസ് രണ്ടാമത്തെ ചെയ്യുമ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. വീണ്ടും പറയുന്നു ഡബ്ല്യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടി ആർ ആണ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ഡോ ഡബ്ല്യു ബൈ ഡോ ടി ആർ അത് വെലോസിറ്റി ആണ്. ആ വെലോസിറ്റി 3 ടൈമൊന്നും പുറത്തു വരും. ബാക്കിയുള്ളത് ആർ എക്സ് ഇൻറ്റു ഡോ ടി ആർ ബൈ ഡോ എക്സ്, ആർ വൈ ഇൻറ്റു ഡോ ടി ആർ ബൈ ഡോ വൈ, ആർ സെഡ് ഇൻറ്റു ഡോ ടി ആർ ബൈ ഡോ സെഡ്. അതിനെയാണ് ആർ ഡോട്ട് ഡെൽ ടി ആർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആർ ഡോട്ട് ഡെൽ ഇൻറ്റു ആറിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഡെൽ ക്രോസ് ആർ ഉണ്ട് ഇവിടെ. ഡെൽ ക്രോസ് ആറിനെ ഡെൽ ക്രോസ് റണ്ണിങ് ലെറ്റർ ആറിന് പകരം ആർ മൈനസ് ഡബ്ല്യു ടി ആർ എന്ന് എഴുതാം. ഞാൻ പറഞ്ഞു കേൾ ഓഫ് പൊസിഷൻ വെക്ടർ 0 ആണ്. സോ ആദ്യത്തെ ഈ ടൈം പോകും. ബാക്കി മൈനസ് ഈ ഡെൽ ക്രോസ് ഡബ്ല്യു ടി ആർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ 13 ഇതാ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ വാല്യൂ എടുത്ത് അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ഈ മുകളിൽ പോയാൽ ഈ 2 ഈ പുറത്തെ 2 വെട്ടിപ്പോയായിരുന്നു. ബാക്കി ഒരു 1/r ഉണ്ട്. 1/r ഉണ്ട് ഇൻറ്റു ആർ ഡോട്ട് ഡെൽ ഇൻറ്റു ആറിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ആർ ക്രോസ് ഡെൽ ക്രോസ് ആറിന് വരെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു മൈനസ് ഡെൽ ടി ആർ. ഇതിലെ 2 ടേം വെട്ടിപ്പോവും. ഇതിവിടെ എ ക്രോസ് ബി ക്രോസ് സി എന്നുള്ള ഐഡന്റിറ്റിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. എന്താണ് എ ക്രോസ് ബി ക്രോസ് സി? എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എ ക്രോസ് ബി ക്രോസ് സി ഈസ് എ ഡോട്ട് സി ഇൻറ്റു ബി മൈനസ് എ ഡോട്ട് ബി ഇൻറ്റു സി. ആ ഐഡന്റിറ്റിയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് ആർ ഡോട്ട് ഡെൽ ടി ആർ ഇൻറ്റു വി മൈനസ് ആർ ഡോട്ട് വി ഇൻറ്റു ഡെൽ ടി ആർ നൽകി. അതിലെ 2 ടൈം വെട്ടിപ്പോയി. ഒന്ന് -1 +1 വെട്ടിപ്പോയി. ബാക്കിയുള്ളത് ആർ മൈനസ് ആർ ഡോട്ട് വി ഇൻറ്റു ഡെൽ ടി ആർ. ഇപ്പുറത്താണെങ്കിൽ ഒരു മൈനസ് സി ഡെൽ ടി ആർ ഉണ്ട്, താഴെ ഒരു ആർ ഉണ്ട്. ഈ ആറിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഇത് ആർ സി ഡെൽ ടി ആർ ആവും. അതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുക. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ആർ ഡോട്ട് വി ഉണ്ട്. സോ ആർ സി മൈനസ് ആർ ഡോട്ട് വി കോമൺ ആയിട്ട് ഡെൽ ടി ആർ പുറത്തെടുക്കുക. ഈ ഒരു ആറ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആർ ആവും. അപ്പോൾ മൈനസ് ആർ ഡിവൈഡഡ് ബൈ കോമൺ ആയിട്ട് പുറത്തെടുത്ത് ആർ സി മൈനസ് ആർ ഡോട്ട് വി താഴത്തേക്ക് വന്നു. അങ്ങനെ ഡെൽ ടി ആറിന്റെ വാല്യൂ മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ സി മൈനസ് ആർ ഡോട്ട് വി നൽകും. കോൾ ദിസ് ആസ് ഇക്വേഷൻ 16. ഈ 16 എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ പുട്ട് 16 in 15. We get del V is equal to QC by 4 pi epsilon 0 1 by RC minus R dot V the whole square. ബാക്കിയുള്ളത് തിരിച്ചു പോയി നോക്കുക. ഇവിടെ V പ്ലസ് സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ പ്ലസ് ആർ ഡോട്ട് എ അത്രയും വരേണ്ടത്. പിന്നെ ഡെൽ ടി ആർ ആണ്. ആ ഡെൽ ടി ആറിന്റെ സ്ഥാനത്ത് ഇപ്പൊ കിട്ടിയ മൈനസ് ആർ ബൈ ആർ സി മൈനസ് ആർ ഡോട്ട് ബി. എൽ സി എം എടുക്കുക. ഇവിടെ എൽ സി എം എടുക്കുക. അപ്പോൾ വി ഇൻറ്റു ഈ ആർ സി മൈനസ് ആർ ഡോട്ട് ബി മുകളിലേക്ക് വരും. മൈനസ് ഈ മൈനസ് ആണ് ആർ ഇത് സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ പ്ലസ് ആർ ഡോട്ട്. എന്നിട്ട് ഈ എൽ സി എം എടുത്തതിൻ്റെ ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്ന ആർ സി മൈനസ് ആർ ഡോട്ട് ബി അവിടെ പോയി. അതിനെ പുറത്തേക്ക് എടുത്തിട്ട് ഈ സ്ക്വയർ ഉണ്ടായിരുന്നത് ക്യൂബായി. ഇതാണ് ഡെൽ വിയുടെ എക്സ്പ്രഷൻ. ഓൾ ദിസ് ആർ 17. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള എക്സ്പ്രഷൻ മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി ആണ്. അതിന്റെ ഒരു പാർട്ടായി ഡെൽ വി QC by 4 pi epsilon 0 1 divided by RC minus R dot V whole cube into RC minus R dot V into V minus C square minus V square plus R dot A into vector R. ഇത് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ്ലി ഒരു വെക്ടർ ആയിരിക്കണം. കാരണം ഗ്രേഡിയന്റ് ഓഫ് എ സ്കാലാർ ഒരു വെക്ടർ ആണ്. അപ്പൊ ഇത് 17 അവിടെ നിൽക്കട്ടെ. ഇനി ഡോ എ ബൈ ഡോ ടി കാണണം. എന്താണ് എ എന്ന് പറയുന്നത്? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. എ എന്ന് പറയുന്നത് വി ബൈ സി സ്ക്വയർ ഇൻറ്റു വി ആർ ടി ആണ്. ഫ്രം 4. ഓക്കെ, ഫ്രം 4 അതിൻ്റെ ഡോ എ ബൈ ഡോ ടി കാണണം. ഡോ ബൈ ഡോ ടി ഓഫ് വി ബൈ സി സ്ക്വയർ ഇൻറ്റു വെക്ടർ പൊട്ടൻഷ്യൽ വി. ഇതിലെ വി ഒന്നും മാറിപ്പോരുത്. വെലോസിറ്റി വി ഞാനൊരു ചുറ്റിക്കെട്ടോടു കൂടിയാണ് ഇടുന്നത്. മുകളിൽ അതിന് വെക്ടറും ഇടുന്നുണ്ടാവും. ഈ അല്ലാത്ത വി എഴുതുന്നത് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇതിലെ 1 ബൈ സി സ്ക്വയർ പുറത്തെടുക്കാം. ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ്. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. 1 ബൈ സി സ്ക്വയർ ഇൻറ്റു ഞാൻ പറഞ്ഞു വീണ്ടും ഈ വി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആർ. ഇത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. ഡോ വി ബൈ ഡോ ടി ആർ ഇൻറ്റു ഡോ ടി ആർ ബൈ ഡോ ടി. ഈ വി അങ്ങനെ നിർത്തി. പ്ലസ്
v into dou v by dou t അതേപടി തന്നെ എഴുതി. Dou a by dou t equal to 1 by c square. എന്താണ് dou v by dou tr? V is a function of tr, derivative with respect to tr. So this is nothing but a, acceleration at retarded time, a at tr. പിന്നെ ഈ dou tr by dou t ഉണ്ട് into v plus v into dou v by dou t. Call this equation 18. എനിക്കിനി dou tr by dou t യുടെ വാല്യൂ ആണ് കാണുന്നത്. ഓക്കെ, dou tr by dou t എന്താണ് അതറിയാമെങ്കിലാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ഒന്ന് ഡെൽ ടി ആർ കണ്ടുപിടിച്ചായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഡെൽ ടി ആർ കണ്ടുപിടിച്ചായിരുന്നു, അത് ഗ്രേഡിയന്റ് ആണ്. ഇവിടെ ടൈം ഡെറിവേറ്റീവ് ഓഫ് ടി ആർ എത്രയാണ്? റിട്ടാർഡഡ് ടൈമിന്റെ ടൈം ഡെറിവേറ്റീവ്. അപ്പോൾ റണ്ണിങ് ലെറ്റർ ആർ സി ഇൻറ്റു ടി മൈനസ് ടി ആർ എന്ന് നമ്മൾ ഇക്വേഷൻ നമ്പർ തുടക്കത്തിൽ എഴുതിയ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണത്? ഇക്വേഷൻ നമ്പർ 6. ഇക്വേഷൻ നമ്പർ 6 ഉണ്ട്. ആ ഇക്വേഷൻ നമ്പർ 6ൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആർ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ടി മൈനസ് ടി ആർ. അപ്പോൾ ഇതിനെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ടി മൈനസ് ടി ആർ ഹോൾ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ ആർ ഡോട്ട് വെക്ടർ ആർ ആണ്. ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ടി മൈനസ് ടി ആർ ഹോൾ സ്ക്വയർ. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ആർ ഡോട്ട് ഡി ആർ ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി ഡോട്ട് ആർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 times ആർ ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ. അങ്ങനെ നിൽക്കട്ടെ. ടി മൈനസ് ടി ആർ ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 times ടി മൈനസ് ടി ആർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി മൈനസ് ടി ആർ. ഡെറിവേറ്റീവ് ഓഫ് ടി 1 ആണ്. ഇൻറ്റു ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി. ഇനി ഇതിലെ ഒരു സി ഇൻറ്റു ടി മൈനസ് ടി ആറിനെ നമുക്ക് ആർ എന്ന് തന്നെ റിപ്ലേസ് ചെയ്യാം. 2 അപ്പുറം വെട്ടിപ്പോയി, പിന്നെ ഒരു സി മിച്ചമുണ്ട്. 2 അപ്പുറം വെട്ടിപ്പോയി, ഇവിടുത്തെ ഒരു സി മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള സി ഇൻറ്റു ടി മൈനസ് ടി ആറിനെ ഇവിടെ നിന്ന് ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇത് സി ആർ ഇൻറ്റു 1 മൈനസ് ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി. ആർ ഡോട്ട് ഡോ ബൈ ഡോട്ട് ടി ഓഫ് ഈ റണ്ണിങ് ലെറ്റർ ആറിന് പകരം പൊസിഷൻ വെക്ടർ ആർ മൈനസ് ഡബ്ല്യു ടി ആർ എന്ന് എഴുതി ഈക്വൽ ടു സി ആർ ഇൻറ്റു 1 മൈനസ് ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി. ഡോ ആർ ബൈ ഡോട്ട് ടി, പൊസിഷൻ വെക്ടർ ആർ ഫിക്സഡ് ആണ്, അതിന്റെ ടൈം ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോട്ട് ടിനെ ഡോ ഡബ്ല്യു ബൈ ഡോട്ട് ടി ആർ ഇൻറ്റു ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി എന്ന് എഴുതാം, ചെയിൻ റൂള്. അതിൽ ഡോ ഡബ്ല്യു ബൈ ഡോട്ട് ടി ആറിനെ വി എന്ന് എഴുതി, ബാക്കി ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി. ഒരു മൈനസ് സൈൻ, അത് ഈ നെഗറ്റീവ് സൈൻ തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിനെ സി ആർ മൈനസ് സി ആർ ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി എന്ന് എഴുതി. ഇവിടെ നിന്ന് ഈ സി ആർ ഡോട്ട് ടി ആർ ബൈ ഡോട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സി ആറും ഉണ്ട്, ഇവിടെ ഒരു ആർ ഡോട്ട് ബി ഉണ്ട്. അപ്പോൾ സി ആർ മൈനസ് ആർ ഡോട്ട് ബി ഡിനോമിനേറ്ററിലേക്ക് പോകും. ഇവിടെ ഒരു സി ആർ ഉണ്ടായിരുന്നു. സോ ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടിയുടെ വാല്യൂ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആർ സി ബൈ ആർ സി മൈനസ് ആർ ഡോട്ട് ബി എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 90. അപ്പോൾ ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി കിട്ടി. ഇനി എനിക്ക് ഒരു സാധനം കൂടെ കണ്ടുപിടിച്ചാലാണ് പറ്റുള്ളൂ സബ്സ്റ്റിറ്റ്യൂഷൻ. 18 ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി ഇപ്പം ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഒരു ഡോ വി ബൈ ഡോട്ട് ടി കണ്ടുപിടിക്കണം. അതിനുള്ള ശ്രമമാണ് അടുത്തത്. ഡോ വി ബൈ ഡോട്ട് ടി. വി എന്താണ്? ക്യൂ സി ബൈ 4πε0 1 ബൈ ആർ സി മൈനസ് ആർ ഡോട്ട് ബി ആണ്. അതിൽ ഈ ക്യൂ സി ബൈ 4πε0 ഒക്കെ കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ബാക്കി ഡോ ബൈ ഡോട്ട് ടി ഓഫ് ദിസ് വൺ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോ ബൈ ഡോട്ട് ടി ഓഫ് 1 ബൈ എക്സ് ആയിരുന്നെങ്കിൽ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ്, അല്ലെ? മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആണ്. അതുപോലെ ഇവിടെ മൈനസ് 1 ബൈ ആർ സി മൈനസ് ആർ ഡോട്ട് ബി സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ്. ഇനി ഈ ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് ഇത്രയും ക്വാണ്ടിറ്റി ഇതേപടി നിർത്തി, ഇത് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ സി ഇൻറ്റു ഡോ ആർ ബൈ ഡോട്ട് ടി, സി ഇൻറ്റു ഡോ ആർ ബൈ ഡോട്ട് ടി മൈനസ് ഇത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ ആർ ഡോട്ട് ഡോ വി ബൈ ഡോട്ട് ടി മൈനസ് ഡോ ആർ ബൈ ഡോട്ട് ടി ഡോട്ട് വി. ആർ ഡോട്ട് ഡോ വി ബൈ ഡോട്ട് ടി മൈനസ് ഡോ ആർ ബൈ ഡോട്ട് ടി ഡോട്ട് വി. പ്രോഡക്റ്റ് റൂൾ, ആർ ഡോട്ട് ബിക്ക് പ്രോഡക്റ്റ് റൂൾ. ഇതിലെ ഓരോ ടൈമും കാണുകയാണ്. ഡോ ആർ ബൈ ഡോട്ട് ടി കാണണം, ഡോ വി ബൈ ഡോട്ട് ടി കാണണം, ഡോ ആർ ബൈ ഡോട്ട് ടി കാണണം. അതാണ് താഴെ ഓരോന്നും എഴുതിയേക്കുന്നത്. ആദ്യം ഡോ ആർ ബൈ ഡോട്ട് ടി. ഡോ ആർ ബൈ ഡോട്ട് ടി എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോട്ട് ടി ഓഫ് സി ഇൻറ്റു ടി മൈനസ് ടി ആർ. റണ്ണിങ് ലെറ്റർ ആർ എന്ന് പറയുന്നത് സി ഇൻറ്റു ടി മൈനസ് ടി ആർ ആണ്. ഇവിടെ സി ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോട്ട് ടി 1, ആദ്യത്തെ സി മൈനസ് സി ഇൻറ്റു ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി, ആ വാല്യൂ ആയി. അടുത്തത് ഈ ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഡോ ആർ ബൈ ഡോട്ട് ടി. ഡോ ആർ ബൈ ഡോട്ട് ടി ഈസ് ഡോ ബൈ ഡോട്ട് ടി ഓഫ് ഇത് വെക്ടർ ആർ ആണ്, മുകളിലുള്ളത് സ്കാലാർ ആർ ആണ്. വെക്ടർ ആറിനെ നമുക്ക് പൊസിഷൻ വെക്ടർ മൈനസ് ഡബ്ല്യു എന്ന് എഴുതാം. പൊസിഷൻ വെക്ടറിന്റെ ടൈമിനനുസരിച്ചുള്ള ചേഞ്ച് 0 ആണ്. ബാക്കിയുള്ളതിനെ മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോട്ട് ടി. ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആർ ആണ്. സോ ഇറ്റ് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോട്ട് ടി ആർ ഇൻറ്റു ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി. ഡോ ഡബ്ല്യു ബൈ ഡോട്ട് ടി ആർ, ഡബ്ല്യു മെഷേർഡ് ഇൻ റിട്ടാർഡഡ് ടൈം,
പൊസിഷൻ ആണ്. ടൈം ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെലോസിറ്റി അറ്റ് ദ റിട്ടാർഡഡ് ടൈം. സോ മൈനസ് വി ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി. ഇനി ഒരു സാധനം കൂടെ കാണണം, ഡോ വി ബൈ ഡോട്ട് ടി. ഓക്കെ, ഡോ വി, ഈ വി ഒക്കെ വെക്ടർ ആട്ടോ. ഡോ വി ബൈ ഡോട്ട് ടി എന്ന് പറയുന്നത് വി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആർ ആണ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക വീണ്ടും. സോ ഇറ്റ് ഈസ് ഡോ വി ബൈ ഡോട്ട് ടി ആർ ഇൻറ്റു ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി. ഡോ വി ബൈ ഡോട്ട് ടി ആർ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡോട്ട് ടി ആർ. ഈ മൂന്ന് വാല്യൂസും കൊണ്ടുപോയി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഡോ വി ബൈ ഡോട്ട് ടി ഈസ് ക്യൂ സി ബൈ 4πε0 മൈനസ് 1/RC മൈനസ് ആർ ഡോട്ട് ബി ഹോൾ സ്ക്വയർ. ഇത്രയും സാധനം പുറത്തുണ്ട്. ബാക്കി കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ സി ഇൻറ്റു ഈ ഒരു സാധനത്തിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ രണ്ടിടത്തും സി ഉണ്ട്. അപ്പോൾ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി മൈനസ് ആർ ഡോട്ട് ഡോ വി ബൈ ഡോട്ട് ടിയുടെ സ്ഥാനത്ത് എ ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് ഡോ ആർ ബൈ ഡോട്ട് ടിയുടെ സ്ഥാനത്ത് മൈനസ് വി, ഈ വിയും കൂടെ ചേർത്ത് പ്ലസ് വി സ്ക്വയർ ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി. ഇക്വേഷൻ നമ്പർ 20. 20 എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ 20 എന്നുള്ള ഇക്വേഷൻ 18. ഏതാ 18? ഇതാണ് 18. 18 ഡോ വി ബൈ ഡോട്ട് ടിയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ കിട്ടും, ഡോ എ ബൈ ഡോട്ട് ടി ഈക്വൽ ടു 1/c സ്ക്വയർ എ വി ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി പ്ലസ് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വി ഡോട്ട് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ എ ഇൻറ്റു ഈ പൊട്ടൻഷ്യൽ, ഈ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആണ്, അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫ്രം ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതിയ മൂന്നാമത്തെ ഇക്വേഷൻ ആയിരുന്നു പൊട്ടൻഷ്യലിന്റെ വാല്യൂ. ക്യൂ സി ബൈ 4πε0 1 ഡിവൈഡഡ് ബൈ ആർ സി മൈനസ് ആർ ഡോട്ട് ബി, പിന്നെ ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി മൈനസ് ക്യൂ സി ബൈ 4πε0 ആർ സി മൈനസ് ആർ ഡോട്ട് ബി ഹോൾ സ്ക്വയർ. ഈ വിനെയാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്, വി ഇൻറ്റു ബ്രാക്കറ്റിൽ എന്തുണ്ട്, സി സ്ക്വയർ, ഈ നേരത്തെ ഉണ്ടായിരുന്ന അതേ ക്വാണ്ടിറ്റീസ്. ഡോ എ ബൈ ഡോട്ട് ഈക്വൽ ടു ക്യൂ, ഇതിനകത്തുനിന്ന് രണ്ടിനകത്തുനിന്ന് ക്യൂ പുറത്തെടുത്തു, സി പുറത്തെടുത്തു. പുറത്തൊരു 1/c സ്ക്വയർ എടുത്ത് സി ആയിട്ട് വെട്ടിപ്പോയി കഴിഞ്ഞാൽ താഴെ ഒരു സി നിൽക്കും. 4πε0 പുറത്തു വന്നു രണ്ട് ടൈമിൽ. ആർ സി മൈനസ് ആർ ഡോട്ട് ബി സ്ക്വയർ പുറത്തെടുത്തു. ഇവിടെ ആദ്യത്തെ ടൈമിൽ സ്ക്വയർ പുറത്തെടുക്കാനില്ലായിരുന്നു, അതുകൊണ്ട് മുകളിൽ ന്യൂമറേറ്ററിൽ ഒരു ആർ സി മൈനസ് ആർ ഡോട്ട് ബി വരും. ഈ ടൈമിൽ ഉള്ള ടൈമുകളൊന്ന് അറേഞ്ച് ചെയ്ത് വി സി സ്ക്വയർ എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ വി സി സ്ക്വയർ, ഇവിടെ വി ഉണ്ട്, സി സ്ക്വയർ ഉണ്ട്, മൈനസ് ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി. ഈ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആവും. ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി ഉള്ള ടൈമുകളെല്ലാം കൂടെ ഞാൻ ഗ്രൂപ്പ് ടി ആണ്. ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി കോമൺ ആയിട്ട് പുറത്ത് എഴുതിയിട്ടുണ്ട് കേളി ബ്രാക്കറ്റിന്റെ പുറത്ത്. ആ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്നത് ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി ഉള്ള ടൈമുകളാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്, അതാണ് എ എന്ന് പറയുന്ന ടൈം. ഇവിടെ ഡിനോമിനേറ്ററിൽ ആർ സി മൈനസ് ആർ ഡോട്ട് ബി ഉള്ളൂ, പുറത്തെടുത്തത് ആർ സി മൈനസ് ആർ ഡോട്ട് ബി സ്ക്വയർ ആയിരുന്നു. അപ്പൊ ന്യൂമറേറ്ററിൽ ഒരു ആർ സി മൈനസ് ആർ ഡോട്ട് ബി വന്നു. അതാണ് ഈ ആദ്യത്തെ ടൈം. ഇവിടുന്ന് വി സി സ്ക്വയർ എന്നൊരു ടൈം ഉണ്ട്, അതിൽ ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി വരുന്നില്ല, അത് ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, മൈനസ് വി സി സ്ക്വയർ, ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി ഇല്ലാത്തൊരു ടൈം. പിന്നെ ഇവിടുത്തെ ടൈമിന് ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി ഉണ്ട്, അത് വി ഇൻറ്റു ആർ ഡോട്ട് എ ആണ്, അതാണ് ഈ ടൈം. പിന്നെ വി സ്ക്വയർ, വി ഇൻറ്റു വി സ്ക്വയർ വരുന്ന ടൈമിന് ഒരു ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി. ഈ വാല്യൂസ് ഒക്കെ കൊടുത്തു. ഇനി ഈ ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടിയുടെ വാല്യൂ എന്താണ്? 19. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 19 ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടിയുടെ വാല്യൂ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ 21 ഈ ഡോട്ട് ടി ആർ ബൈ ഡോട്ട് ടി ആണ് നിർത്തുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ സി ബൈ ആർ സി മൈനസ് ആർ ഡോട്ട് ബി ആയിരുന്നു, അത് ആർ സി മൈനസ് ആർ ഡോട്ട് ബി പുറത്തേക്ക് എടുത്തു. നേരത്തെ ഓൾറെഡി ഒരു സ്ക്വയർ പുറത്തുണ്ട്, ഒരെണ്ണം കൂടെ പുറത്ത് വരുമ്പോൾ ക്യൂബ് ആവും. എന്നിട്ട് എൽ സി എം എടുക്കുമ്പോൾ ആർ സി മൈനസ് ആർ ഡോട്ട് ബി മുകളിലേക്ക് പോകും. ഈ ബി സി സ്ക്വയറിന്റെ കൂടെ ഒരു ആർ സി മൈനസ് ആർ ഡോട്ട് ബി വരും. ഓക്കെ, ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇങ്ങനെ വരും, ഡോ എ ബൈ ഡോട്ട് ഈക്വൽ ടു ക്യൂ സി ബൈ 4πε0 ആർ സി മൈനസ് ആർ ഡോട്ട് ബി ഹോൾ ക്യൂബ്. നേരത്തെ ടേമുകളെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ആർ സി മൈനസ് ആർ ഡോട്ട് ബി കോമൺ ആയിട്ടുള്ളവർ ഇവിടെ ഉണ്ട്, ഒരു എ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് വി സി സ്ക്വയർ ഉണ്ട്. ഓക്കെ, മൈനസ് വി സി സ്ക്വയർ. അപ്പൊ ഇവിടെ ഒരു മൈനസ് വി സി സ്ക്വയർ പുറത്തേക്ക് എടുത്തു. സി സ്ക്വയർ പുറത്തേക്ക് എടുത്തിട്ട് താഴെ ഒരു സി ഉണ്ടായിരുന്നത് ഈ മുകളിൽ നിന്ന് എല്ലായിടത്തുനിന്നും സി സ്ക്വയർ പുറത്തെടുത്തു. അപ്പോൾ താഴത്തെ സി മുകളിലെ സി സ്ക്വയറും കൂടെ വെട്ടിപ്പോയാൽ മുകളിൽ ഒരു സി വരും. അങ്ങനെയാണ് ഇവിടെ മുകളിൽ സി കിടക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ആർ സി മൈനസ് ആർ ഡോട്ട് ബി ഇൻറ്റു മൈനസ് വി, അത് ഈ ടൈമിൽ നിന്നാണ് കേട്ടോ. ഈ ടൈം സി സ്ക്വയർ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആർ സി മൈനസ് ആർ ഡോട്ട് ബി ഇൻറ്റു മൈനസ് വി. പിന്നെ ഒരു ആർ എ ബൈ സി എന്നുള്ള ടൈം ഉണ്ട്, അത് എവിടുന്നാണ്? ഈ
ഇവിടെ നിന്നാണ്. ഇവിടെ ഒരു ആർ ഉണ്ട്. സി സ്ക്വയർ പുറത്ത് വന്നാൽ ബൈ സി വരും. ആർ ബൈ സി ഇൻറ്റു ഈ ഒരു എ ഉണ്ട്. അങ്ങനെയാണ് ആർ എ ബൈ സി എന്നുള്ള ടൈം ഉള്ളത്. പ്ലസ് ആർ ബൈ സി ഇൻറ്റു സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ പ്ലസ് ആർ ഡോട്ട് എ. അത് ഈ നടുക്കുള്ള ഈ 3 ടേമുകളിൽ നിന്നാണ്. സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു ആർ ഡോട്ട് എ ഉണ്ട്. ആ ടേമുകൾ ചേരുന്നതാണ് ഇത്. ഇത് ഇക്വേഷൻ നമ്പർ 22 എന്ന് വിളിക്കുക. അപ്പൊ ഡോ എ ബൈ ഡോട്ട് ടിയും കിട്ടി. ഡെൽവി നമുക്ക് 17ാമത്തെ ഇക്വേഷൻ ആയിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. 17ാമത്തെ ഇക്വേഷൻ ഡെൽവിയും ഡോ എ ബൈ ഡോട്ട് ടിയും കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ഡെൽവി മൈനസ് ഡോ എ ബൈ ഡോട്ട് ടി ആണ്. അപ്പൊ ഡെൽവിയുടെ എക്സ്പ്രഷൻ 17ന് ഒരു മൈനസ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതി, പ്ലസ് 22 മൈനസ് ഇട്ടിട്ട് ഡോ എ ബൈ ഡോട്ട് ടി എഴുതി. അപ്പൊ മൈനസ് ഡെൽവി ആയി, മൈനസ് ഡോ എ ബൈ ഡോട്ട് ടി ആയി. ഇതിനകത്തുനിന്ന് ഇനി ഇതിനെ ഒന്ന് കുറച്ചൊരു സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു വെക്ടർ ഡിഫൈൻ ചെയ്യാണ്. യു വെക്ടർ യു ഈസ് ആർ ക്യാപ് സി മൈനസ് വി. അതായത് റിട്ടാർഡ് ടൈമിലുള്ള വെലോസിറ്റിയുടെയും റിട്ടാർഡ് ടൈമിലുള്ള പൊസിഷൻ വെക്ടറിന്റെയും ടേമിൽ ഒരു പുതിയ വെക്ടർ ഡിഫൈൻ ചെയ്തു, യു ആർ ക്യാപ് സി മൈനസ്. ഇങ്ങനെ ഒരു വെക്ടർ ഡിഫൈൻ ചെയ്താലത്തെ ഗുണം എന്താന്ന് ചോദിച്ചാൽ ആർ സി മൈനസ് ആർ ഡോട്ട് വിനെ എനിക്ക് സിമ്പിൾ ആയിട്ട് വെക്ടർ ആർ ഡോട്ട് യു എന്ന് എഴുതാം. വെക്ടർ ആർ ഡോട്ട് യു എന്ന് എഴുതാം. ആർ സി മൈനസ് ആർ ഡോട്ട് വി നിങ്ങൾക്ക് നോക്കി അറിയാം, ഒരുപാടിടത്ത് വരുന്ന ഒരു ടേം ആണ്. അതിന് പകരം സിമ്പിൾ ആയിട്ട് ആർ ഡോട്ട് യു എന്ന് എഴുതാം. നോക്കൂ, ഇതാണ് യുവിന്റെ ഡെഫിനേഷൻ എങ്കിൽ ആർ ഡോട്ട് യു എന്ന് പറയുന്നത് ഇത് തന്നെയാണ് തരിക. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയൊക്കെ ആർ സി മൈനസ് ആർ ഡോട്ട് വി കാണുന്നു അതെല്ലാം ആർ ഡോട്ട് യു എന്ന് ആക്കി മാറ്റുക. അപ്പൊ ഇതില് ഈ പുറത്ത് ആർ ഡോട്ട് ക്യൂബ് എന്നാവും. ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഈ ടേം ഉണ്ട്, അതുകൊണ്ട് അത് കോമൺ ആയിട്ട് പുറത്തെടുത്തു. മൈനസ് ഉള്ളിലേക്ക് എടുത്ത് ഗുണിച്ചു. മൈനസ് ഉള്ളിലേക്ക് എടുത്ത് ഗുണിക്കുമ്പോൾ ഇത് പ്ലസ് ആയി മാറും. ഈ ടേമും ക്യാൻസൽ ആയി പോകും. ഏത് ആർ സി മൈനസ് ആർ ഡോട്ട് വി ഇൻറ്റു വി ഇവിടെ ഉണ്ട്, ഇവിടെ ആർ സി മൈനസ് ആർ ഡോട്ട് വി ഇൻറ്റു മൈനസ് വി ഉണ്ട്. രണ്ടും വെട്ടിപ്പോകും. ഈ മൈനസ് ഉള്ളിലേക്ക് കയറിയിട്ട് ഈ ടൈം പ്ലസ് ആയി, അത് ആദ്യം എഴുതി. പിന്നെ ഈ ഒരു ടൈം ഉണ്ട്, ആർ സി മൈനസ് ആർ ഡോട്ട് വിക്ക് പകരം ആർ ഡോട്ട് യു ആയി. പിന്നെ അത് ആർ എ ബൈ സി ഉണ്ട്. ഈ മൈനസ് വി ഉള്ള ടൈം പ്ലസ് വി ഉള്ള ടൈമായിട്ട് വെട്ടിപ്പോയി. പിന്നെ ലാസ്റ്റ് ടൈം ഉണ്ട്, അതിനൊരു നെഗറ്റീവ് സൈൻ വരും, ആർ ബൈ സി ഇൻറ്റു സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ പ്ലസ് ആർ ഡോട്ട് എ ഇൻറ്റു വി. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. കഴിഞ്ഞില്ല, ഇതിനെ ഒന്നുകൂടെ വൃത്തിയാക്കി എഴുതാൻ പറ്റും. സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ കോമൺ ആക്കിയാൽ ഇവിടെ സി സ്ക്വയർ മൈനസ് വി സ്ക്വയറിൽ ഒരു ആർ ഉണ്ട്, ഇവിടുത്തെ സി സ്ക്വയർ മൈനസ് വി സ്ക്വയറിൽ ഒരു വി ആർ ബൈ സി ഉണ്ട്. അത് രണ്ടും കൂടെ ആർ മൈനസ് വി ആർ ബൈ സി എഴുതി. പിന്നെ ആർ ഡോട്ട് എ പുറത്തെടുത്താൽ ഇവിടെ ഒരു ആർ ഉണ്ട്, ഇവിടെ ഒരു വി ആർ ബൈ സി ഉണ്ട്. അപ്പൊ അതിനെ എഴുതി മൈനസ് ആർ ഡോട്ട് യു ഇൻറ്റു എ ആർ ബൈ സി. ഈ ടേമുകളിൽ നിന്ന് ഇതില് സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഇൻറ്റു ഈ ഒരു ടൈമിനെ എനിക്ക് എന്ത് എഴുതാം, ഇതിന്ന് ആറ് പുറത്തെടുത്തു എന്ന് എഴുതാം. ആറ് പുറത്തെടുത്താൽ പിന്നെ ആറും ഒരു സിയും പുറത്തെടുത്തു എന്ന് എഴുതാം. ഓക്കെ, ആറും സിയും പുറത്തെടുത്തു. ഏത് ടൈമിൽ നിന്നാണ് ഞാൻ പുറത്തെടുക്കുന്നത്? വെക്ടർ ആർ മൈനസ് ആർ വി ബൈ സിയിൽ നിന്ന് ആർ ബൈ സി പുറത്തെടുത്താൽ ഇത് സി ആർ ക്യാപ്പ് എന്ന് എഴുതാം. കാരണം സിയും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വെക്ടർ ആർ ആണ്. ഓക്കെ, ഈ രണ്ടാമത്തെ ടൈമിൽ നിന്ന് ആർ ബൈ സി പുറത്തെടുത്താൽ പിന്നുള്ളത് മൈനസ് വി ആണ്. മൈനസ് വി, സി ആർ ക്യാപ്പ് മൈനസ് വിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യു എന്ന് വിളിക്കുന്നത്. അപ്പൊ ആർ ബൈ സി ഇതിൽ നിന്ന് പുറത്തെടുത്താൽ ബാക്കി സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഇൻറ്റു യു എന്ന് വന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കും. പ്ലസ് ആർ ഡോട്ട് എ ഇൻറ്റു ഇതിൽ നിന്നും ആർ ബൈ സി പുറത്തു വന്നാൽ വീണ്ടും അതും യു തന്നെയാണ്. ഇതിൽ നിന്ന് ആർ ബൈ സി പുറത്തെടുത്ത ആർ ഡോട്ട് യു. ഓക്കെ, അപ്പോൾ ആ ടൈമുകൾ അങ്ങനെ കിട്ടിയതാണ്. നൗ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഈ ആറും സിയും പുറത്തേക്ക് എടുത്താൽ ഈ സിയും വെട്ടിപ്പോയി, ആറ് പുറത്ത് വന്നു. ക്യു ആർ ബൈ 4πε0 ആർ ഡോട്ട് യു ക്യൂബ് ബ്രാക്കറ്റിൽ പിന്നുള്ളത് സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഇൻറ്റു യു. ഈ രണ്ട് ടൈമും കൂടെ ചേർത്ത് എന്ത് എഴുതാം? ആർ ക്രോസ് യു ക്രോസ് എന്ന് എഴുതാം. കാരണം ട്രിപ്പിൾ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആർ ഡോട്ട് എ ഇൻറ്റു യു മൈനസ് ആർ ഡോട്ട് യു ഇൻറ്റു എ ആണ്. അതാണ് ഇവിടെ കിടക്കുന്ന ടൈം. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് ആർ ക്രോസ് യു ക്രോസ് എന്ന്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്തമാറ്റിക്കലി ഒരുപാട് ഇൻവോൾവ് ആണ്.
ഒക്കെയാണ്. ഓക്കെ, മാത്തമാറ്റിക്കൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. പക്ഷേ ഫിസിക്സ് പരമായിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. വി ഓൾറെഡി ഹാഡ് ദ പൊട്ടൻഷ്യൽസ് വി ആൻഡ് എ, അതിന്റെ ഗ്രേഡിയന്റും ടൈം ഡെറിവേറ്റീവും കണ്ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പൊട്ടൻഷ്യലും വിയും എയും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. വിയുടെ ഗ്രേഡിയന്റ് കണ്ടു ഡെൽ വി, എയുടെ ടൈം ഡെറിവേറ്റീവ് കണ്ടു ഡോ എ ബൈ ഡോ ടി, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഇങ്ങനെ കിട്ടും ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ കാണാണ് ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എ. അപ്പോൾ 1/c² ഇൻറ്റു ഡെൽ ക്രോസ്, കാരണം എ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം v/c² ഇൻറ്റു വെലോസിറ്റി ആയിരുന്നു. 1/c² പുറത്തെടുത്തു, ഡെൽ ക്രോസ് ബി. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക, വി ഇൻറ്റു ഡെൽ ക്രോസ് വി മൈനസ് വി ക്രോസ് ഡെൽ വി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ചുറ്റിക്കെട്ടിയിട്ട് വി ഇടുന്നത്, അല്ലെ വെക്ടർ ഇട്ടിട്ട് വി ഇടുന്നത് വെലോസിറ്റി, അല്ലാത്ത വി ഇടുന്നത് പൊട്ടൻഷ്യലുമാണ്. ഓക്കെ, ഇനി ഡെൽ ക്രോസ് വി നമുക്ക് 12ാമത്തെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടാവും, മൈനസ് എ ക്രോസ് ഡെൽ ടി ആർ ആണ്. ഡെൽ ടി ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 16ാമത്തെ ഇക്വേഷൻ നോക്കിയാൽ മതി. ഡെൽ ടി ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അങ്ങനെ ഡെൽ ക്രോസ് വിയുടെ ഇക്വേഷൻ കിട്ടും. അതിനെ 26 എന്ന് വിളിച്ചു. ഇനി വേണ്ടത് ഡെൽ വി ആണ്. 17ാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഡെൽ വി ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി 26ഉം 17ഉം എവിടെ ഇട്ട് കൊടുത്താൽ മതി? ഈ ഡെൽ ക്രോസ് വിക്കും ഡെൽ വിക്കും ഇട്ട് കൊടുക്കുക, 25 ഇട്ട് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 17 and 26 in 25, നമുക്ക് ഇങ്ങനെ കിട്ടും, ബി ഈസ് ഈക്വൽ ടു 1/c². ഓക്കെ, ഈ വാല്യൂസ് നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇനി ഇതിനകത്തുനിന്ന് മുകളിൽ നിന്ന് ക്യൂ സി ബൈ 4πε0 ആർ സി മൈനസ് ആർ ഡോട്ട് ബിനെ നമ്മൾ ആർ ഡോട്ട് യു എന്ന് എഴുതിയായിരുന്നു, പുതിയൊരു യു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു രീതിയിൽ കിട്ടും. കാരണം ഇവിടെ സ്ക്വയർ ആദ്യത്തെ ടൈമിൽ 2 എണ്ണം ഉള്ളൂ, അടുത്ത ടൈമിൽ 3 ഉണ്ട്, ക്യൂബ് ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് ക്യൂബാണ് പുറത്തെടുത്തത്. അപ്പോൾ ആദ്യത്തെ ടൈമിൽ മുകളിൽ ഒരു ആർ ഡോട്ട് യു എക്സ്ട്രാ വരും, അടുത്തതുണ്ട്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഓക്കെ, എന്നിട്ട് പുറത്ത് വരുന്നത് നോക്കുക, ആർ ക്രോസ് എന്നുള്ള ടൈമുകളാണ്. കാരണം ഇതിനകത്തൊരു ആർ ക്രോസ് ആർ വരുന്നുണ്ട്, ഇവിടെ ഒരു ക്രോസ് ആർ വരുന്നുണ്ട്. ഒരു മൈനസ് പുറത്തിട്ടാൽ ആർ ക്രോസ് എന്നാക്കി മാറ്റാം. ആർ ക്രോസ് ഇവിടെ എന്തുണ്ട്? c² മൈനസ് v² ഇൻറ്റു വി ഉണ്ട്. പിന്നെ ഒരു ആർ ഡോട്ട് എ ഇൻറ്റു ഇവിടുത്തെ നോക്കുന്ന സമയത്ത് ആർ ഡോട്ട് എ ഇൻറ്റു ഒരു എ ഉണ്ട്, അത് ഈ ടൈമാണ്. പിന്നെ ഈ ഒരു ടൈമിൽ ആർ ഡോട്ട് എ ഇൻറ്റു ഒരു വി ഉള്ള ടൈം. അപ്പോൾ ആർ ക്രോസ് പുറത്തെടുത്താൽ നിങ്ങൾക്ക് ഈ ടൈം ഉണ്ട്, ഇത് ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. c² മൈനസ് v² വരുന്ന ടൈം ഉണ്ട്, അതിവിടെ എഴുതിയിട്ടുണ്ട്. ആർ ഡോട്ട് എ വരുന്ന ടൈം ഉണ്ട്, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിലെല്ലാം ഇവിടെ ക്രോസ് ആർ എന്നായിരുന്നു, അത് ആർ ക്രോസ് എന്നാക്കുമ്പോൾ ഒരു മൈനസ് സൈൻ വരും, ആ മൈനസ് ഇവിടെ പുറത്തിട്ടുണ്ട്. ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആർ ക്രോസ് യു എടുക്കുക എന്നുള്ളത്. യുവിന്റെ ഡെഫിനേഷൻ സി ആർ ക്യാപ് മൈനസ് വി ആണ്. ആർ ക്രോസ് ആർ ക്യാപ് 0 ആണ്. സോ ദാറ്റ് ഈസ് സിംപ്ലി മൈനസ് ആർ ക്രോസ് വി. അപ്പൊ ആർ ക്രോസ് യു എന്ന് പറയുന്നത് മൈനസ് ആർ ക്രോസ് വി ആണ്. അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എവിടെയൊക്കെ നിങ്ങൾ വി കാണുന്നോ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈനസ് യു എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല. കാരണം ഇതിനെല്ലാം നിങ്ങൾ ആർ ക്രോസ് ചെയ്യുക. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള എല്ലാ ടേമിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? ആർ ക്രോസ് എന്നൊരു ഓപ്പറേഷൻ ചെയ്യാനുള്ളതാണ്. ആർ ക്രോസ് യുവിൽ ചെയ്യുന്നതും മൈനസ് ഓഫ് ആർ ക്രോസ് വിയിൽ ചെയ്യുന്നതും സെയിം ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ആർ ക്രോസ് ബി ആദ്യത്തേതിനെ എനിക്ക് എന്ത് എഴുതാം? ആർ ക്രോസ് മൈനസ് യു എന്ന് എഴുതാം. ഇവിടെയുള്ള ആർ ക്രോസ് ബിനെ എന്ത് എഴുതാം? ആർ ക്രോസ് മൈനസ് യു എന്ന് എഴുതാം. അങ്ങനെയാണ് ഈ ആദ്യത്തെ ടൈമിലെ വിയും രണ്ടാമത്തെ ടൈമിലെ വിയും മാറ്റിയിട്ട് മൈനസ് യു ആക്കി, ഇവിടെ മൈനസ് യു ആക്കി. രണ്ടാമത്തെ ടൈമാണ് ഇവിടെ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് എഴുതിയ ടൈമാണ് സെൻട്രൽ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം ആർ ക്രോസ് ചെയ്യുന്നത് കൊണ്ടാട്ടോ, വെറുതെ ഒരു വി എടുത്ത് മൈനസ് യു ആക്കുകയല്ല ചെയ്യുന്നത്. ആർ ക്രോസ് ചെയ്യാനുള്ള വിനെ മൈനസ് യു ആക്കാം, ബിക്കോസ് ആർ ക്രോസ് വി ഈസ് നത്തിങ് ബട്ട് മൈനസ് ആർ ക്രോസ് വി. അപ്പൊ ഇവിടെ ഉള്ളിൽ ഇത് കൊടുത്തു. then that becomes 1/c into q by 4πε0 1 by r dot u cube into r cross c² minus v² into u. ഇവിടെ c² minus v² all square ഒന്നുമില്ല, c² minus v² എന്നേ ഉള്ളൂ. ഈ all square അറിയാതെ വന്നു പോയതാണ്. c² minus v² into u plus r cross u cross എന്ന് എഴുതാം. ഇതില്
ഈ വെക്ടർ ആറിനെ നിങ്ങൾ ആർ ക്യാപ്പ് എന്ന് എഴുതിയാൽ എന്നിട്ട് ആർ ക്യാപ്പ് പുറത്തേക്ക് എടുത്തു, സി ഇവിടെ ഉണ്ട്, ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു 1/c ഇൻറ്റു ആർ ക്യാപ്പ് ക്രോസ് ഇ എന്ന് എഴുതാം. അതിന്റെ അർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ്. ഇതൊരു ക്രോസ് പ്രൊഡക്റ്റ് ആണ്. രണ്ട് വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ രണ്ട് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ബി എന്ന് പറയുന്നത് ആർ ക്യാപ്പിനും ഇക്കും പെർപെൻഡിക്കുലർ ആണ് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ വെക്ടർ ഫ്രം റിട്ടാർഡഡ് പോയിന്റ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പഠിക്കുമ്പോഴും പഠിച്ചിട്ടുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് പിന്നെ ആർക്കും കൂടെ പെർപെൻഡിക്കുലർ ആയിരിക്കും, പൊസിഷൻ വെക്ടർ ഫ്രം ദ റിട്ടാർഡഡ് പോയിന്റ്. ഓക്കെ, ഇനി നോക്കുക, ഈ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് കിട്ടിയ 24ാമത്തെ എക്സ്പ്രഷനിലെ ഫസ്റ്റ് ടൈം നോക്കുക. ഫസ്റ്റ് ടൈം മാത്രം എടുക്കുക കേട്ടോ, ഫസ്റ്റ് ടൈം മാത്രം എടുക്കുക. ആ ഫസ്റ്റ് ടൈം മാത്രം ഞാൻ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഈ ടൈമിലെ ആർ ഡിപ്പെൻഡൻസുകൾ മാത്രം ഒന്ന് എടുത്ത് നോക്കുക. മുകളിൽ ഒരു ആറുണ്ട്, താഴെ ഒരു ആറിന്റെ ക്യൂബ് ഉണ്ട്. വെട്ടിപ്പോയാൽ താഴെ r² വരും. അപ്പോൾ 1/r² ഡിപ്പെൻഡൻസ് ആണുള്ളത്. ആറിന്റെ മാത്രം നോക്കിയാൽ ഇറ്റ് ഹാസ് എ ഡിപ്പെൻഡൻസ് ഓഫ് 1/r². ഇനി നിങ്ങളുടെ ചാർജ് റെസ്റ്റിലാന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ ചാർജ് വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷൻ 0 ആണ്. വെലോസിറ്റി ആക്സിലറേഷൻ 0 ആണെങ്കിൽ നിങ്ങളുടെ 24ാമത്തെ എക്സ്പ്രഷൻ ആക്സിലറേഷൻ 0 ആയി, വെലോസിറ്റി 0 ആയി. ഈ ടൈം മൊത്തത്തിൽ പോയി. ഈ വെലോസിറ്റി യു എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? സി ആർ ക്യാപ് മൈനസ് വി ആണ്. സി ആർ ക്യാപ് മൈനസ് വി. അപ്പോൾ ഇതിനകത്ത് ആ വി അങ്ങ് പോയാൽ പിന്നെ ഒരു സി ആർ ക്യാപ് മാത്രം നിൽക്കും. ഈ വിയും പോയി. അപ്പൊ മുകളിൽ ഒരു c² ഇവിടെ ഒരു സി ആർ ക്യാപ്പ് ഉണ്ട്. അപ്പൊ സി ക്യൂബ് ആവും. താഴെയുള്ള യുവിനകത്തും സി ആർ ക്യാപ്പ് മാത്രം വരും. അതിനെ ഡോട്ട് വെക്ടർ ആർ എടുക്കുന്ന സമയത്ത് സിംപ്ലി ഇവിടെ താഴെ സി ക്യൂബ് ആർ ക്യൂബ് ആവും. സി ക്യൂബ് മുകളിലുള്ള ആർ ക്യൂബും സി ക്യൂബും വെട്ടിപ്പോയി, താഴെയുള്ള ആർ ക്യൂബ് ഈ ഒരു ആറും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് ഈ ഒരു എക്സ്പ്രഷൻ 1/4πε0 q/r² ആർ ക്യാപ്. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള കൂളംസ് ലോ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ടു എ പോയിന്റ് ചാർജ് വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ഒരു പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മളുടെ ഈ വലിയ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യും വെൻ യു ആൻഡ് വി ആൻഡ് എ ആർ 0. വി 0 ആകുന്ന സമയത്ത് യു എന്ന് പറയുന്നത് സി ആർ ക്യാപ്പ് ആവുകയും ആർ ഡോട്ട് യു എന്ന് പറയുന്നത് ആർ സി ആവുകയും ചെയ്യും. ഓക്കെ, ആർ സി ആവുകയും ചെയ്യും. അങ്ങനെ താഴെ ആർ സി ക്യൂബ് ആവും. മുകളിലുള്ള ഒരു ആറുമായിട്ട് വെട്ടിപ്പോയാൽ താഴെ r² വരും. സി ക്യൂബ് എവിടെ വെട്ടിപ്പോകും? മുകളിൽ c² ഈ യുവിലുള്ള സി ആർ ക്യാപ്പിലെ സിയും കൂടെ സി ക്യൂബ് ആവും. അങ്ങനെ താഴത്തെ സി ക്യൂബ് മുകളിലത്തെ സി ക്യൂബും പോകും. ബാക്കി 1/4πε0 q/r² ആർ ക്യാപ്പ്. നോക്കൂ, ഇത് ഇത്രയും വലിയ എക്സ്പ്രഷൻ ആണെങ്കിൽ പോലും ഇതിന്റെ ലിമിറ്റിംഗ് കേസായ സ്റ്റാറ്റിക് കേസിലേക്ക് ഒരു ചാർജ് മൂവ് ചെയ്യുന്നതിനെ പിടിച്ചു നിർത്തി. ചാർജ് മൂവ് ചെയ്യുന്നില്ല, വെലോസിറ്റി 0, ആക്സിലറേഷൻ 0. then you will get the original Coulomb's law. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, Coulomb's law is a special case of this expression. ശരിക്കുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ, ഒരു ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് പഠിക്കേണ്ടത്. +2 ക്ലാസ്സുകളിൽ നമ്മൾ ഇതൊന്നും പഠിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം ഇപ്പൊ തന്നെ ഇത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഈ എക്സ്പ്രഷൻ കിട്ടിയതെന്ന്. പക്ഷെ ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് മാത്രമാണ് നമ്മൾ +2 ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന കൂളംസ് ലോ. അപ്പോൾ +2 ക്ലാസ്സുകളിൽ നമ്മൾ 1/4πε0 q/r² ആർ ക്യാപ്പ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പഠിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് അത് ചാർജ് ഒരു സ്ഥലത്ത് സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ ഉള്ള ഫീൽഡ്. ആ ചാർജ് ഒന്ന് മൂവ് ചെയ്താൽ അതിന്റെ ഫീൽഡ് ഇങ്ങനെ ആയി മാറും. ഇത്രയും കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു മൂവിങ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ്. അതിന്റെ ഫസ്റ്റ് ടൈമിന്റെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ടൈം ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് 1/r² ആയിട്ട് കുറയും. അത് വെലോസിറ്റി ആക്സിലറേഷൻ 0 ആണെങ്കിൽ കൂളംസ് ലോയിലേക്ക് റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ടൈമിനെ ജനറലൈസ്ഡ് കുളം ഫീൽഡ് എന്നാണ് വിളിക്കുക. ഈ ഫസ്റ്റ് ടൈമിനെ എന്താ വിളിക്കുക? ജനറലൈസ്ഡ് കുളം ഫീൽഡ് ഓർ വെലോസിറ്റി ഫീൽഡ്. ഇതിനകത്ത് ആക്സിലറേഷന്റെ ഡിപ്പെൻഡൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇതിനെ വെലോസിറ്റി ഫീൽഡ് എന്ന് വിളിക്കും. ഇനി രണ്ടാമത്തെ ടൈം, ഇതാണ് രണ്ടാമത്തെ ടൈം, ഇലക്ട്രിക് ഫീൽഡിലെ രണ്ടാമത്തെ ടൈം. ഇതിനകത്ത് ആക്സിലറേഷന്റെ ഡിപ്പെൻഡൻസ് ഉണ്ട്. അത് കൂടാതെ ന്യൂമറേറ്ററിൽ 2r കിടപ്പുണ്ട്, ഡിനോമിനേറ്ററിൽ r³. മൊത്തത്തിൽ ആറിന്റെ ഡിപ്പെൻഡൻസ് നോക്കിയാൽ 1/r എന്ന് വരും. സോ
വളരെ വലിയ ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ഈ രണ്ട് ടേമിൽ ഡോമിനേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ടൈം ആയിരിക്കും. ആദ്യത്തെ ടൈം 1/r² ആയിട്ട് കുറയുന്നു, അടുത്ത ടൈം 1/r ആയിട്ട് കുറയുന്നു. സോ അറ്റ് വെരി ലാർജ് ഡിസ്റ്റൻസസ് യു ക്യാൻ നെഗ്ലക്ട് ദ 1/r² ടൈം. സോ ഡോമിനേറ്റിംഗ് ടൈം ഈസ് ദിസ് 1/r ടൈം. വെരി ലാർജ് ഡിസ്റ്റൻസിലാണ് നമ്മൾ റേഡിയേഷൻസ് സ്റ്റഡി ചെയ്യുക. റേഡിയേഷൻ ഒരു ആക്സലറേറ്റിംഗ് ഡൈപോൾ അല്ലെ ആക്സലറേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾസ് റേഡിയേറ്റ് ചെയ്യും, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എമിറ്റ് ചെയ്യും എന്നറിയാം. ആ റേഡിയേഷനെ പറ്റി സ്റ്റഡി ചെയ്യുന്നത് വെരി ലാർജ് ഡിസ്റ്റൻസസിലാണ്. സോ ലാർജ് ഡിസ്റ്റൻസസിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഈ സെക്കൻഡ് ടേം അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ ഫീൽഡ്. എന്താ വിളിക്കുക? റേഡിയേഷൻ ഫീൽഡ്. ഒന്നാമത്തെ ടൈമിനെ എന്ത് വിളിക്കും? ജനറലൈസ്ഡ് കുളം ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ മൂവിംഗ് ചാർജിൽ രണ്ട് ടേം ഉണ്ട്. ഇറ്റ് ഈസ് ദ സം ഓഫ് ടു ടേംസ്. ഇക്വേഷൻ 24 is the sum of two terms. The first term, which depends only on velocity, is called velocity field, or it reduces to the Coulomb's law when velocity is 0, and hence it is called generalized Coulomb field. Second term, which has a dependence of 1/r and it dominates at very large distances, hence it is called radiation field, or it depends on acceleration, so it is also called acceleration field. രണ്ടാമത്തെ ടൈമിന് എന്തും വിളിക്കും? ആക്സിലറേഷൻ ഫീൽഡ് എന്നും വിളിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ മൂവിംഗ് ചാർജിന് രണ്ട് പാർട്ട് ഉണ്ട്. ഒന്നാമത്തെ പാർട്ട് 1/r² ആയിട്ട് ഡിക്രീസ് ചെയ്യും ആസ് ആർ ഇൻക്രീസസ്. 1/r² ആണ് അതിന്റെ ഡിപ്പെൻഡൻസ്. ദാറ്റ് ഈസ് കോൾഡ് വെലോസിറ്റി ഫീൽഡ് ഓർ ജനറലൈസ്ഡ് കുളം ഫീൽഡ്. Second time goes like 1/r at very large distances. It is called radiation field or acceleration field. Okay. Now, if you have another charge q which is moving with velocity v, capital V, then it will experience a force due to the electric field and magnetic field produced by the other moving charge. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മോൾ ക്യൂ ചാർജ് മൂവ് ചെയ്യുന്നു. സ്മോൾ ക്യൂ ചാർജ് v വെലോസിറ്റി a ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്നു. അത് കാരണം കൊണ്ട് ഈ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ 24. ആ ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ആണ് 26, മാഗ്നറ്റിക് ഫീൽഡ് ആണ് 27 ആണ് മാഗ്നറ്റിക് ഫീൽഡ്, 24 ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ ഉണ്ട്. ആര് കാരണം കൊണ്ട്? ഈ ചാർജ് മൂവ് ചെയ്ത കാരണം. ആ ഫീൽഡില് വേറൊരു ചാർജ് v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ബിക്കോസ് ഇറ്റ് ഈസ് നൗ മൂവിംഗ് ത്രൂ എൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ലോറൻസ് ഫോഴ്സ് q into E plus V cross B. Substitute the electric field from 24, substitute the magnetic field from 27, you will get this expression. This is the general expression for force between two charges. രണ്ട് ചാർജിനിടയ്ക്കുള്ള ഫോഴ്സ് ആണ് Q. നമ്മൾ പഠിച്ചത് എന്താ? പ്ലസ് ടുവിൽ കുളംസിലോ പഠിച്ചത് എന്താണ്? 1/4πε0 QQ/r². ഈ ഫോഴ്സ് ആണ് ഇത്രയും വലിയ എക്സ്പ്രഷൻ ആയിട്ട് മാറുന്നത്. എപ്പോ? ഇഫ് ദ ചാർജസ് ആർ ഇൻ മോഷൻ. നിങ്ങളുടെ ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ അവർക്കിടയ്ക്കുള്ള ഫോഴ്സ് കാണാനുള്ള എക്സ്പ്രഷൻ ആണിത്. ഇതായിരുന്നു ശരിക്കും നിങ്ങൾ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കേണ്ടത് ജനറൽ ആയിട്ട്. ഇത് ഈ ഇക്വേഷനിലേക്ക് റെഡ്യൂസ് ചെയ്യപ്പെടും എപ്പോ? ഇഫ് യുവർ ചാർജസ് ആർ അറ്റ് റെസ്റ്റ്. ഈ ക്യാപിറ്റൽ വിയും സ്മോൾ വിയും സ്മോൾ എയും ഒക്കെ 0 ആണെങ്കിൽ you will get 1/4πε0 QQ/r². അപ്പൊ നമ്മൾ പ്ലസ് ടു ക്ലാസ്സുകളിൽ തുടക്കത്തിലെ പഠിക്കുന്ന ഈ എക്സ്പ്രഷൻ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് സ്റ്റാറ്റിക്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ചാർജസ് അറ്റ് റെസ്റ്റ്. ചാർജ് റെസ്റ്റിലുള്ളപ്പോൾ പഠിക്കാൻ വളരെ ഈസിയാണ്. ചാർജ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, സോ ദീസ് ആർ ദ ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് ഓൾസോ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് Q. Okay.